ആര്യാസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഗൂഗിൾ മാപ്പിൻ്റെ കാര്യം നോക്കിക്കോണേ. ഓക്കെ, പോകേണ്ട സ്ഥലം ആയൂരാണ്. അപ്പോൾ നമുക്ക് 1000 രൂപ 8 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. എൻ്റെ എമൗണ്ട് ഞാൻ നോക്കാൻ വിട്ടുപോയി. എനിക്ക് കടിയിട്ടാൽ പോയി, അതുകൊണ്ടാണ്. ശരി ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 11 മണിയായിട്ടുണ്ട്. നമ്മൾ സൊമാറ്റോയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് 11 മണിക്ക് ഓണാക്കിയപ്പോൾ തന്നെ ഓർഡർ അടിച്ചു. ആര്യാസിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ വർക്ക് ചെയ്യുമ്പോൾ എത്ര നമുക്ക് കിട്ടും നോക്കാം. ഈദ് മുബാറക് ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും. ആര്യാസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ ആര്യാസ്. ഓർഡർ റെഡിയാവും നോക്കാം. ഒരു സെൽഫി അയച്ചു കൊടുക്കണം. എന്നാൽ സൊമാറ്റോ ഓർഡർ റെഡി ആവുന്നില്ലേ ഉള്ളൂ. ആ, 2 നടക്കുന്നത് 2. ഓക്കെ, അങ്ങനെ സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകേണ്ട ദൂരം എന്ന് പറയുന്നത് 13 കിലോമീറ്ററാണ്. പുനലൂരാണ് പോകേണ്ടത്. അങ്ങനെ കസ്റ്റമറിനെ കണ്ടെത്തി കൊണ്ട് കൊടുത്തിട്ട് വരാം. ജി പേ ആണോ ക്യാഷ് ആണോ? 282. 282. ചില്ലറ കാണത്തില്ല. 20 അങ്ങോട്ട് കാണത്തില്ല തരാൻ. ചില്ലറ ചേഞ്ച് കാണത്തില്ല. 20 അങ്ങോട്ട് തരാൻ. ഇത് 282 അല്ലേ? ഇപ്പോൾ 200. ഇനി 82 ഉണ്ടോ? ഇപ്പോൾ എൻ്റെ അങ്ങോട്ട് തരാൻ ചില്ലറയില്ല. 20 രൂപ. അങ്ങനെ ഈ ഓർഡർ കൊടുത്തു. നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 107 രൂപയാണ്. ഈ മാർക്കറ്റിൻ്റെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല സൗണ്ടാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് തന്നെ കേട്ടോ. ജീവൻ സിനിമ റെസ്റ്റോറൻറ്റ്. ഞാൻ 5 ഓടുന്നത് എന്നെ പുനലൂർ കൊണ്ടാക്കിയിട്ട് പുനലൂർ ഓടാൻ നോക്കുവാന്നോ മറ്റേ. അപ്പോൾ അങ്ങനെ ഈ ഓർഡർ നമുക്ക് കിട്ടിയത് 107 രൂപ. അപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അത് 77 രൂപ ഓർഡറാണ്. ജീവൻ സിനിമ റെസ്റ്റോറൻറ്റിൽ പോകണം. അത് ഒറ്റപ്പുറത്ത് പുനലൂർ തന്നെ ഉള്ളതാണ്. എനിക്കൊന്ന് പുനലൂരിൽ നിന്ന് അങ്ങോട്ട് പോകാനായിരിക്കും, 5 പോകാനുള്ള ഓർഡർ ആയിരിക്കും കേട്ടോ. അപ്പം അത് നല്ലതാണ്. അല്ല, ഇവിടെ കിടന്ന് കറങ്ങാനാണെങ്കിൽ ഞാൻ ഈ വെയിലത്ത് കരിഞ്ഞു പോകും. കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതലും വെള്ളം ആവശ്യമുള്ള സമയം ഇപ്പോൾ ഭയങ്കര വെയിൽ. ഇയാളെന്തോ ഇൻഡിക്കേറ്റർ തിരിയുന്ന സമയത്ത് മാത്രം ഇൻഡിക്കേറ്റർ എടുത്തോളൂ. നിങ്ങൾ ഈ വലത്തോട്ടൊക്കെ പോകുന്നെങ്കിൽ തന്നെ ഒരു 100 മീറ്ററൊക്കെ ആകുമ്പോഴേ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടോ. കാരണം ബാക്കിൽ വരുന്നവർക്ക് അറിയണമല്ലോ നിങ്ങൾ എങ്ങോട്ടാണ് തിരിഞ്ഞു വന്നു. പെട്ടെന്ന് തിരിയുമ്പം ബാക്കിൽ വരുന്നവർക്ക് ചിലപ്പം ചവിട്ടിയെ കിട്ടണമെന്നില്ല ബ്രേക്ക്. ജീവൻ സിനിമ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഓർഡർ ഇവിടെ റെഡി ആവുന്നേ ഉള്ളൂ. നമുക്ക് ഓർഡർ കൊണ്ട് കൊടുക്കേണ്ടത് വടമണാണ് കൊണ്ട് കൊടുക്കേണ്ടത്. നമ്മൾ 5 പോകുന്ന വഴിക്കാണ് ഈ വടമൺ എന്നുള്ള സ്ഥലം. അങ്ങനെ സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് വടമണാണ്. എത്ര കിലോമീറ്റർ നോക്കിയില്ല, പറഞ്ഞില്ലല്ലേ. എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയാം. ഫോൺ കൊണ്ട് വെക്കുന്നു. തലതിരിഞ്ഞു പോയി. ഫോൺ തലതിരിഞ്ഞു പോയി. എനിക്ക് തല തിരിഞ്ഞതല്ല. 9.4 കിലോമീറ്റർ 15 മിനിറ്റുള്ളിൽ നമ്മളവിടെ ചെല്ലുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് എണ്ണ അടിച്ചിട്ടേ പോകുന്നുള്ളൂ. $330.
അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹലോ, സൊമാറ്റോ എന്നാ വിളിക്കുന്നത്? ലൊക്കേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ ആരും എടുക്കുന്നില്ല ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഇത് ഒരു ബൗണ്ടറിന്റെ വർക്ക് നടക്കുന്ന വീടാ? ഞാൻ വീടിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, അകത്ത് ഇച്ചിരി വെച്ചേക്കാവോ? ഞാൻ അച്ഛനെ 2 വട്ടം വിളിച്ചു. അതെ, വെച്ചേക്കാം. ഓക്കെ ഓക്കെ. പട്ടിയൊന്നും ഇല്ലല്ലോ അല്ലേ? പട്ടിയൊന്നുമില്ല. ശരി. പട്ടിയൊന്നുമില്ല. ഓക്കെ എനിക്ക് കടി കിട്ടാൻ പോയി, അതുകൊണ്ടാ. ശരി. ഓക്കെ. ഇതിപ്പോ എവിടെ വെക്കണ്ടേ? വീടിന്റെ ഫ്രണ്ട് ഏതാ? എന്തൊരു ചൂട്. ശരി, മാറ്റി വെക്കുക. സെറ്റ്. ഈ ഓർഡറിന് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ 77.56 പൈസയാണ് നമുക്ക് ഈ ഓർഡറിന് കിട്ടിയിരിക്കുന്നത്. ഈ പട്ടി ഉണ്ടോ എന്ന് ചോദിച്ച കാര്യം ഞാൻ ഒരു ദിവസം ഇതേപോലെ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയി. പക്ഷെ പട്ടി ഉണ്ടോ എന്ന് ചോദിച്ചില്ല. കുറച്ച് കഴിയുമ്പോഴത്തേന് എന്തോന്ന് ഇങ്ങനെ കാടിളകി വരുന്ന പോലെ വരും. നോക്കിയപ്പം പട്ടി 2 എണ്ണം. അവസാനം ആ വീട്ടിലെ ഓണർ ഇറങ്ങി വന്നുകൊണ്ട് കാര്യമാണ്. അല്ലെങ്കിൽ പട്ടിക്ക് 2 ആഴ്ചയുള്ള ഭക്ഷണം എൻ്റെ ശരീരത്തിൽ നിന്നും കിട്ടിയേനെ. ഞാൻ പരലോകത്ത് തന്നേനെ. അങ്ങനെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 29 രൂപ 34 പൈസ. പ്രഭ ബേക്കറി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ പ്രഭ ബേക്കറി. അങ്ങനെ ഓർഡർ നമ്മുടെ കൈ കിട്ടി. നമുക്ക് പോകേണ്ട ദൂരം എന്ന് പറയുന്നത് 4 കിലോമീറ്ററാണ് കേട്ടോ. അയ്യോ, പോയ പോക്ക് നോക്ക്. എൻ്റെ പൊന്നോ, തീ മുഖ. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിന് നമുക്ക് കിട്ടിയത് 34 രൂപയാണ്. അങ്ങനെ 3 ഓർഡർ കഴിഞ്ഞു. ഇതുവരെ ഒരു ഓർഡർ അടിച്ചില്ല. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. ഭയങ്കര ചൂട്. ഞാൻ ഈ വീഡിയോയിൽ കൂടുതലും ചൂടെന്നായിരിക്കും പറയുന്നത്. കാരണം അത്രയ്ക്ക് ചൂടുണ്ട്. ഭയങ്കര ചൂടല്ലേ. മഴ പെയ്യുമ്പം പറയും, മഴ പെയ്യുന്നേ, മഴ വേണ്ട, തുണിയൊന്നും ഉണങ്ങുന്നില്ല, ഉണക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. വെയിൽ വരുമ്പം പറയാം, അയ്യോ ഭയങ്കര ചൂടേ, കുറച്ച് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പറയും. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഒരു ഓർഡർ അടിച്ചത്. 4ാമത്തെ ഓർഡറാണ്. ഇതും പ്രഭ ബേക്കറിയാണ്. അങ്ങനെ നമുക്ക് സാധനം കിട്ടി. നമുക്കിനി പോകേണ്ട ദൂരം 6 കിലോമീറ്ററാണ്. അലൻ്റെ വീടല്ലേ? ഹായ്, ടാറ്റ. അത്രയൊക്കെ മതി. ഇപ്പം 46 രൂപ 12 പൈസ ആണ് നമുക്ക് ഈ ഓർഡറിന് കിട്ടിയത്. അങ്ങനെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇല്ലം റെസ്റ്റോറൻറ്റിലാണ് പോകേണ്ടത്. ഇപ്പോൾ സമയം 2:48 അങ്ങനെ അഞ്ചൽ ബൈപ്പാസിൽ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. ഇതാണ് അഞ്ചൽ ബൈപ്പാസ്. ഇല്ലം റെസ്റ്റോറൻറ്റ് എത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ഇല്ലം.
സാധനം കയ്യിൽ കിട്ടി. ഈ ഓർഡറിന് കിട്ടിയത് 88 രൂപ 88 പൈസ. ഇപ്പോൾ സമയം രാത്രി 9:04. നമുക്ക് 16ാമത്തെ ഓർഡറാണ് കിട്ടുന്നത് കേട്ടോ. ഇന്ന് നല്ല രീതിയിൽ ഓർഡർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകേണ്ടത് ഏറം എന്ന സ്ഥലത്താണ്. കൂരിരുട്ട്. ഈ ഗൂഗിൾ മാപ്പ് ശരിയല്ല, ചില സമയത്ത് ഇരുന്നുണ്ടല്ലോ ഇതിന് പോലും അറിയത്തില്ല നമ്മൾ ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഓർഡറിന് കിട്ടിയിരിക്കുന്നത് 39 രൂപയാണ്. 5 കിലോമീറ്റർ ഉണ്ട്. ഞാനിപ്പം ഈ 5, 12 എന്നൊക്കെ പറയത്തില്ലേ, അത് വൺ സൈഡ് മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഡബിൾ സൈഡും കൂടി ചേർത്താണ് ഇപ്പം പറയത്തില്ല. ഇപ്പം തന്നെ ഇവിടെ 5 കിലോമീറ്റർ, മൊത്തത്തിൽ 10 കിലോമീറ്ററാണ് 35 രൂപ തന്നെ. നമ്മൾ തിരിച്ച് പോകണ്ടേ, തിരിച്ച് പോകുമ്പോഴേ 5 കിലോമീറ്റർ ആവത്തില്ല. പിന്നെ വണ്ടിയിൽ ഡിമ്മില്ല, ഒറ്റ കണ്ണേ ഉള്ളൂ. ഈ കണ്ണാട് അടിച്ചു പോയി. ഇനി സർവീസിന് ചെല്ലുമ്പോൾ ഇതൊക്കെ ശരിയാക്കണം. സർവീസിന് ഇപ്പോൾ ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ട്. ആ CBSന്റെ ആ ഒരു കണക്ഷൻ വിട്ടു കിടക്കുക, ചെയിൻ സോറ്റ് പോയി ഇരിക്കുക, പിന്നെ ഈ ഹെഡ് ലൈറ്റ് തന്നെ, പിന്നെ ആണ്ട് എൻജിൻ 1 ലൈറ്റ് അതും കത്തിക്കിടക്കും. ഇതൊക്കെ ശരിയാക്കി എടുത്താൽ അടിപൊളി ബൈക്കാണ്. കാരണം പവറിന് പവർ, മൈലേജിന് മൈലേജ്, വെയിറ്റിന് വെയിറ്റ്, ടാങ്ക് റേഞ്ച് ആണെങ്കിൽ അപ്പുറം 17 ലിറ്റർ ടാങ്ക് റേഞ്ചാണ്. ഒരു 125 cc വേറെ ഏത് ബൈക്കിനുണ്ട് 17 ലിറ്റർ ടാങ്ക്? എൻ്റെ പൊന്നോ, ഇതിൻ്റെ ബുക്കിൽ കിടക്കുന്ന 15 ഉള്ളൂ. ഞാനൊരു ഫുൾ ടാങ്ക് എണ്ണ അടിച്ചായിരുന്നു ആ സമയത്ത്. 17 ലിറ്ററും ഉണ്ട്. 17 ലിറ്റർ ഞാൻ ഞെട്ടിപ്പോയി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ 15 ലിറ്റർ കണക്കാക്കിയാന്നല്ല പൈസ കൊണ്ട് അവിടെ ചെന്ന് അടിക്കുന്നത്. ആ സമയത്ത് 17 ലിറ്റർ ഞാൻ ഫുള്ളടിച്ച് 15 കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ എൻ്റെ നെഞ്ച് കത്തി. കാരണം 15 കഴിഞ്ഞ് 16 17 ഇതേമേ. അപ്പോൾ ഇതിന് 17 ആകുമ്പോൾ നിന്ന് 10 മണി വരെ ഓടുന്നുള്ളൂ കേട്ടോ. രാവിലെ ഞാൻ 11 മണിന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇൻസെൻറ്റീവ് നോക്കിയപ്പം നമുക്ക് ഗുണം ഉള്ളത് 10 മണി വരെ ഓടുന്നത് നല്ലത് കേട്ടോ. വെറുതെ നമ്മൾ രാത്രിയിൽ ആ ഒരു 11 മണി ഓടി ഒരു ഓർഡർ കിട്ടിയിട്ട് നമുക്ക് നഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ 17ാമത്തെ ഓർഡർ അടിച്ചു. സാധനം കയ്യിലുണ്ട്. സാധനം കൊണ്ടു കൊടുത്താൽ മാത്രം മതി. അത് പോകേണ്ട സ്ഥലം ആയൂരാണ്. അപ്പോൾ നമുക്ക് 1000 രൂപ 8 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. എൻ്റെ എമൗണ്ട് ഞാൻ നോക്കാൻ വിട്ടുപോയി, അവിടെ ചെന്നിട്ട് നോക്കാം. അതെ, അങ്ങനെ നമ്മൾ രാത്രി 10 മണിയായി. രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മൾ ഓടിയപ്പോൾ 906 രൂപയാണ് ഏണിങ്സ് ആയിട്ട് കിട്ടിയത്. പിന്നെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 615 രൂപയാണ്. നമുക്ക് 17 ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓടിയ കിലോമീറ്റർ 191 ആണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സൊമാറ്റോ വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്ര, ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.